ഹലോ എവരിവൺ. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പോവാം. റോയൽറ്റി അക്കൗണ്ട്സ്. നിങ്ങൾക്കറിയാം റോയൽറ്റി അക്കൗണ്ട്സ് നോർമലി ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് മൈനിങ് റോയൽറ്റി എന്നും കോപ്പിറൈറ്റ് റോയൽറ്റി ആൻഡ് പേറ്റന്റ് റോയൽറ്റി ആണ്. ഈ മൂന്ന് കാറ്റഗറിയിലുള്ളതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ലെസ്സിയുടെ ബുക്കിലും അതുപോലെ ലെസറിന്റെ ബുക്കിലും ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. നമുക്ക് റോയൽറ്റിയുടെ ബേസിക് ആയിട്ടുള്ള തിയറീസ് എല്ലാം മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് റോയൽറ്റിയുടെ ഒരു മൈനിങ് റോയൽറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മിനിമം റെന്റ് സ്ട്രൈക്കിന്റെ പീരീഡിലും ലോക്കൌട്ട് പീരീഡിലും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഷോർട്ട് വർക്കിംഗ് റിക്കൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മാക്സിമം ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റിനുള്ളിൽ നിന്നോട്ട് നമ്മൾ എങ്ങനെ റിക്കൂപ്പ് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റിന് നഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്സിഡി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നമ്മുടെ ഒരു അനാലിസിസ് ടേബിൾ വരച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഒരു ക്ലാരിറ്റി വരുത്തും. അതിനുശേഷം ജേർണൽ എൻട്രി നമ്മൾ ഒന്ന് പറഞ്ഞു പോകും. ഞാൻ ജേർണൽ എൻട്രി ഇതിനകത്ത് ചെയ്ത് കാണിക്കില്ല, അതിന്റെ അക്കൗണ്ടും ചെയ്ത് കാണിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ലെങ്തി ആയിട്ട് പോകും നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ കൃത്യമായിട്ടും ഞാൻ ഈ ക്വസ്റ്റിന്റെ ജേർണൽ എൻട്രീസും അതിന്റെ അക്കൗണ്ട്സും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: കേരള മിനറൽസ് ലിമിറ്റഡ് അക്വയർഡ് എ മൈനിങ് ലീസ് ഫ്രം മിനർവ ഗ്രൂപ്പ് from 1st January 2005 with the following conditions. Minimum rent is rupees 24,000, royalty is rupee 1 per ton of materials raised. Short workings can be recouped within the next 3 years, subject to a maximum of rupees 5,000 per annum. In the event of strike, the minimum rent would be taken pro rata on the basis of actual working days. In the year of lockout, the lessee would enjoy a concession in respect of minimum rent for 50% of the period of lockout. Besides the above, the Kerala Minerals Limited have been granted a cash subsidy equal to 25% of the recoupable short workings by the central government up to the first 5 years of the lease. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കി കാര്യം കൂടെ നോക്കിയിട്ട്. Now the workings for 6 years: 2005 14,000 units, 2006 20,400, 2007 32,200, 2008 27,200, 2009 21,600 but strike for 73 days, and 2010 19,400 lockout for 4 months. ജേർണൽ എൻട്രീസും ഇമ്പോർട്ടന്റ് ലെഡ്ജർ അക്കൗണ്ട്സും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തൽക്കാലം അനാലിസിസ് ടേബിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ ഹാഫ് ഡൺ എന്നുള്ളത് തന്നെയാണ്. കാരണം ജേർണൽ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ലോസ് വരുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ എൻട്രിയിൽ വരില്ല. റിപ്പീറ്റ് ചെയ്ത് വരുന്ന എൻട്രീസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ലെസി ആര്, ലെസർ ആര്, നമുക്ക് നോക്കാം. ലെസി എന്ന് പറയുന്നത് കേരള മിനറൽസ് ലിമിറ്റഡ് ആണ്. ലെസർ എന്ന് പറയുന്നത് നമ്മുടെ മിനർവ ഗ്രൂപ്പാണ്. ഇനി അടുത്ത വരുന്നത് നമ്മളുടെ മിനിമം റെന്റ് എന്ന് പറയുന്ന കാര്യമാണ്. മിനിമം റെന്റ് നമുക്ക് 24,000 ഫിക്സ്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ വർഷവും മിനിമം റെന്റ് 24,000 ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ നമുക്കിവിടെ സ്ട്രൈക്ക് പീരീഡ് ഉണ്ട്, ലോക്കൌട്ട് പീരീഡ് ഉണ്ട്. ആ പീരീഡില് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കുറവ് അവിടെ കൊണ്ടുവരണം. അതായത് ഇഫക്റ്റീവ് വർക്കിംഗ് ഡേയ്സിലേക്കോ ഇഫക്റ്റീവ് മന്ത്സിലേക്കോ നമ്മൾ കൊണ്ടുവന്ന് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. എന്ത് കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്? മിനിമം റെന്റ്. അവിടെ ആക്ച്വൽ വർക്കിംഗ് എത്ര തന്നിട്ടുണ്ടോ അതിൽ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. കാര്യം അത് മെഷർ ചെയ്തതാണ്. ഇതാണ് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് ആ മാസങ്ങളിൽ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വർഷം കിട്ടിയിരിക്കുന്നത്. പക്ഷെ മിനിമം റെന്റ് അങ്ങനെയല്ലായിരുന്നു. 12 മാസത്തേക്കും കൂടെ വെച്ചിരിക്കുന്ന ഒരു റെന്റൽ എമൗണ്ട് ആയിരുന്നു. അപ്പൊ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ അത് പ്രൊഡക്ഷൻ അഫക്ട് ചെയ്താൽ ആ മിനിമം റെന്റ് കുറയ്ക്കേണ്ട ഉത്തരവാദിത്തം എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 2009 ഒരു സ്ട്രൈക്ക് 73 ഡേയ്സിൽ വന്നിട്ടുണ്ട്.
അപ്പൊ ഇഫക്റ്റീവ് ഡേയ്സ് എന്ന് പറയുന്നത് 292 ഡേയ്സ് ആണ്. അപ്പൊ മിനിമം റെന്റിനെ 292 ഡേയ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കണം. ഇവിടെ സ്ട്രൈക്ക് ലോക്കൌട്ട് വന്നിരിക്കുന്നത് 2010ലാണ് 4 മാസം. 8 മാസമാണ് ഇഫക്റ്റീവ് മന്ത്സ് എങ്കിലും ഒരു മാസത്തിന്റെ പകുതി എമൗണ്ട് നമ്മൾ വേവർ ചെയ്യേണ്ടതായിട്ട് വരും. അത് മിനർവ ഗ്രൂപ്പ് സമ്മതിക്കില്ല. 2000 രൂപയാണ് നമ്മൾ ഒരു മാസം കൊടുക്കണ്ടെങ്കിൽ അതിൽ 1000 രൂപ മാത്രമേ നമുക്ക് വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള സാഹചര്യം വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് റിക്കൂപ്പ് ചെയ്യാം, അടുത്ത 3 വർഷം കൊണ്ട് റിക്കൂപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓരോ വർഷവും എത്ര സർപ്ലസ് കിട്ടിയാലും 5000 രൂപ കൂടുതൽ നമുക്ക് റിക്കൂപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. സബ്ജക്ട് ടു മാക്സിമം ഓഫ് ₹5,000. 6000 രൂപ വന്നിട്ടുണ്ട്, സർപ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ 5000 രൂപ വരെ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നേ നഷ്ടങ്ങൾ, അതായത് റിക്കൂപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ കഴിഞ്ഞിട്ടും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 25% ഗവൺമെന്റ് സബ്സിഡി തരും. അപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ഇറിക്കവറബിൾ പോർഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 25% ഗവൺമെന്റിനെ കിട്ടിയാൽ 750 രൂപ മാത്രമേ റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ ആക്ച്വൽ ലോസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസ് ടേബിളിലേക്ക് പോകാം. നിങ്ങൾ നോക്കുക, ഷോർട്ട് വർക്കിംഗ് അനാലിസിസ് ടേബിൾ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയർ, ഔട്ട്പുട്ട്, റോയൽറ്റി, മിനിമം റെന്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിരിക്കും. നമുക്ക് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. മിനിമം റെന്റ് 24,000 നമുക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്ന് ചെയ്തു വെക്കാം. 4 വർഷത്തേക്ക് നമുക്ക് ചെയ്തു വെക്കാനായിട്ട് പറ്റും. 2009ലും 2010ലും നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. 2009ൽ നമുക്ക് സ്ട്രൈക്ക് പീരീഡ് ആണ്. അപ്പൊ 292 ആണ് ഇഫക്റ്റീവ് നമ്പർ ഓഫ് ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ മിനിമം റെന്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 24,000 ഇൻറ്റു 292 divided by 365. Hence, minimum rent will be 19,200. 19,200. ഇനി നമുക്കിവിടെ ലോക്കൌട്ട് പീരീഡിൽ വരുമ്പോഴത്തേക്കും 4 മാസം, ഓരോ മാസത്തെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 24,000 divided by 12 എന്ന് പറയുമ്പോൾ ഒരു മാസം 2,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിന്റെ 50% മാത്രമേ നമുക്ക് എക്സംപ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പൊ മൊത്തം നമുക്ക് 4 മാസമാണ് പറയുന്നെങ്കിൽ 4 മാസം എന്ന് പറയുമ്പോൾ 8,000 രൂപയുടെ എക്സംഷൻ കിട്ടുമായിരുന്നു. പക്ഷെ അതിന്റെ എത്ര ശതമാനം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് 50%. സോ 8,000 into 50 divided by 100 നമുക്ക് കിട്ടുന്ന 4,000 റുപ്പീസിന്റെ എക്സംഷൻ മാത്രമേ കിട്ടുള്ളൂ. സോ ടോട്ടൽ 24,000ൽ നിന്ന് 4,000 റുപ്പീസ് കുറച്ച് ബാലൻസ് വരുന്ന 20,000 മിനിമം റെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ 2010 വന്നപ്പോഴത്തേക്ക് നമ്മുടെ മിനിമം റെന്റ് 20,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റോയൽറ്റിയുടെ യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1 റുപ്പി എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ₹1. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷത്തെയും റോയൽറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 14,000 ഇൻറ്റു 1. സോറി, 4 ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 1. സോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിവിടെ റോയൽറ്റി എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പൊ ഈ 4 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി നമുക്ക് ഓരോ വർഷം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. റോയൽറ്റി ഓർ മിനിമം റെന്റ് വിച്ച് ഓർ ഈസ് ഹയർ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് ഇവിടെ ഷോർട്ട് വർക്കിങ്ങിന്റെ കോൺസെപ്റ്റ് പറയുന്നത്. മിനിമം റെന്റ് റോയൽറ്റിയെക്കാളും കൂടിയാൽ ഷോർട്ട് വർക്കിംഗ് അറൈസ് ചെയ്യുന്നു. അപ്പൊ ഈ വർഷം നമുക്ക് 10,000 രൂപയുടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ് വരുന്നതും 10,000 ആണ്. നൗ എമൗണ്ട് പെയ്ഡ് ടു മിനർവ ഗ്രൂപ്പ്. അവിടെ ഇതാണ് കണ്ടീഷൻ. മിനിമം റെന്റ് ഓർ റോയൽറ്റി വിച്ച് ഓർ ഈസ് ഹയർ സബ്ജക്ട് ടു പ്രൊവിഷൻ ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ ഏത് തന്നെയാണ്? മിനിമം റെന്റ് ആണ്. മിനിമം റെന്റ് കൂടിയത് കൊണ്ട് മിനർവ ഗ്രൂപ്പിന് കൊടുക്കേണ്ട എമൗണ്ട് 24,000 തന്നെയാണ്. അപ്പൊ ആ വർഷത്തെ നമ്മൾ ജേണൽ എൻട്രി നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ജേണൽ എൻട്രി നമുക്ക് അനാലിസിസ് ടേബിൾ വർക്കൗട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കാം. അടുത്ത വർഷം വന്നപ്പോഴത്തേക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഷോർട്ട് വർക്കിംഗ് അറൈസ് ചെയ്തിരിക്കുന്നു. 24,000 മൈനസ് 20,400. ഷോർട്ട് വർക്കിംഗ് അറൈസ്ഡ് 3,600. So total 13,600. Here also the amount paid to Minerva 24,000. Minimum rent or royalty which is higher 24,000. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. 2005 2005 റോയൽറ്റി ഉണ്ടെങ്കിൽ ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ 2008 നമുക്ക് റിക്കൂപ്പ് ചെയ്യണം. 2006 ഉണ്ടെങ്കിൽ 2009 റിക്കൂപ്പ് ചെയ്യണം. സബ്സിഡി എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് നമുക്ക് തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇവിടെയാണ് നമ്മുടെ സബ്സിഡിയുടെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് 2 വർഷം കൂടി ഉണ്ട് 10,000 റിക്കൂപ്പ് ചെയ്യാനായിട്ട്. 3 വർഷമുണ്ട് 3,600 റിക്കൂപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് 2007 നോക്കാം. അവിടെ വന്നപ്പോഴത്തേക്കും റോയൽറ്റി ആണ് മിനിമം റെന്റിനേക്കാളും കൂടുതൽ. എത്ര രൂപയുടെ കൂടുതലുണ്ട്? 8,200ന്റെ കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് എത്ര രൂപ മാത്രമേ റിക്കൂപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ തന്നിട്ടുള്ളൂ? മാക്സിമം തന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് 5,000 ആണ്. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 13,600 നിന്ന് 5,000 പോയാൽ 8,600. അതായത് ഈ 10,000ന്റെ 5,000 പോയി, അതിന്റെ കൂടെ 3,600 അടുത്ത വർഷം നോക്കിയാലും 8,600. അല്ലെങ്കിൽ 13,600 നിന്ന് 5,000 കുറയ്ക്കുക. ഇനി ഇവിടെ പേയ്മെന്റ് വരുമ്പോഴാണ് രസം. റോയൽറ്റി ഓർ മിനിമം റെന്റ് വിച്ച് ഈസ് ഹയർ ടു ബി പെയ്ഡ്. 32,000 രൂപയാണ് നമ്മൾ 32,200 32,200 കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് 5,000 രൂപ റിക്കൂപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ കിട്ടി. അങ്ങനെയാണ് ബാലൻസ് എമൗണ്ട് എത്ര കൊടുത്താൽ മതി? 32,200 മൈനസ് 5,000 27,200 ആണ് മിനർവയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട്. മനസ്സിലായല്ലോ മക്കളെ? ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. വളരെ രസകരമാണ് ഇതിന്റെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്, വളരെ രസകരവുമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഈ റോയൽറ്റിക്കകത്ത് ഈ ഷോർട്ട് വർക്കിംഗ് അനാലിസിസ് ടേബിൾ ആണ് ചെയ്യാനുള്ളത്. അവിടെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് അറിയാം ഈ 10,000 രൂപയിലെ റിക്രൂട്ട്മെന്റിന്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3,200 ആണ് നമുക്ക് വന്നിരിക്കുന്ന സർപ്ലസ് എമൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് റിക്കൂപ്പ് ചെയ്യേണ്ട എത്രയായിരുന്നു? 10,000ന്റെ 5,000 പോയ ബാക്കി 5,000 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മാക്സിമം എത്രയേ കിട്ടുന്നുള്ളൂ? 3,200 വരെ മാത്രമേ റിക്കൂപ്പ് ചെയ്യാനായിട്ട് കിട്ടുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ലോസ് എത്രയാണ് മക്കളെ? 5,000 ആയിരുന്നു റിക്കൂപ്പ് ചെയ്യാനുണ്ടായിരുന്ന ബാലൻസ് 10,000ൽ നിന്നുള്ള. നമുക്ക് വേണേ അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തരാം. 2005 വരുന്നത് 10,000 ആയിരുന്നു. അതിൽ നമ്മൾ 5,000 റിക്കൂപ്പ് ചെയ്തു. പോയിട്ട് വന്നിരിക്കുന്ന 5,000 ആയിരുന്നു. ആ 5,000 3,200 നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത്
1800 രൂപയാണ്. സോ ഷോർട്ട് വർക്കിംഗ് ഇറിക്കവറബിൾ എന്ന് പറയുന്നത് 1800 ആണ്. സബ്സിഡി എത്രയാ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 25%. അത് എത്രയാ വരുന്നത്? 1800 into 25 divided by 100, which is equal to 450. 450 രൂപ സബ്സിഡി പോയിട്ട് 1350 രൂപ എന്തായിട്ട് വരികയാണ്? റിട്ടേൺ ഓഫ് എമൗണ്ട് ആയിട്ട് വരികയാണ്. അങ്ങനെയാണ് ഇനി എത്ര രൂപയായിരിക്കാം ഷോർട്ട് വർക്കിംഗ് ബാലൻസ് വരേണ്ടതുള്ളൂ? 2006-ലെ 3600 മാത്രം ഇനി വന്നാൽ മതി. അതെങ്ങനെയാ മൈനസ് ചെയ്തിരിക്കും നോക്കാം. 8600 ഉണ്ടായിരുന്നു. അതില് 3200 നമ്മള് റിക്രൂട്ട്മെന്റിന് വേണ്ടി പോയിട്ട് 1800 രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം 5000 രൂപ, 8600 നിന്ന് 5000 രൂപ നമ്മള് ആ വർഷം കൊണ്ട് അതിന്റെ എല്ലാ ഇടപാടും തീർത്തു. അങ്ങനെയാണെങ്കിൽ ഇനി 2006-ലെ 3600 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ എത്ര രൂപയാണ് മിനർവ ലിമിറ്റഡിന് കൊടുക്കണ്ടേ? മിനിമം റെന്റ് ഓർ റോയൽറ്റി വിച്ച് ഈസ് ഹയർ 27,200 ആയിരുന്നു. പക്ഷെ അവിടെ നമുക്ക് 3200 രൂപ റിക്കൂപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 24,000 രൂപയാണ് ആർക്ക് കൊടുക്കണ്ടേ? മിനർവ ഗ്രൂപ്പിന് കൊടുക്കേണ്ടത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈക്ക് വന്നിരിക്കുന്ന പീരീഡിലെ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നമുക്ക് മിനിമം റെന്റ് റോയൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് സർപ്ലസ് എത്രയാ വന്നിരിക്കുന്നത്? സർപ്ലസ് വന്നിരിക്കുന്നത് 21,600 മൈനസ് 19,200 which is equal to 2,400. അപ്പം ശരിക്കും നമ്മൾ എഴുതി കളയേണ്ട എമൗണ്ട് എത്രയായിരുന്നു? 3,600 ആയിരുന്നു. നമുക്ക് 2,400 മാത്രമേ പറ്റുന്നുള്ളൂ. അതിന്റെ അർത്ഥം 1,200 രൂപ നമുക്ക് നഷ്ടമാണ്. അതിന്റെ 25% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 രൂപയാണ്. ബാക്കി 900 റുപ്പീസ് എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് എമൗണ്ട് ആണ്. ഷോർട്ട് വർക്കിംഗിന്റെ ബാലൻസ് വല്ലതും ഉണ്ടോ? ഇവിടെ വരുമ്പോഴത്തേക്കും ഷോർട്ട് വർക്കിംഗ് ബാലൻസ് 0 ആയി. നൗ മിനിമം റെന്റ് ഓർ റോയൽറ്റി വിച്ച് ഈസ് ഹയർ ടു ബി പെയ്ഡ് ആയിരുന്നു. പക്ഷേ റിക്രൂട്ട്മെന്റ് പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ മിനിമം റെന്റ് ആയ 19,200 ആണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. ഇനി അടുത്ത വർഷം റോയൽറ്റി 19,400, മിനിമം റെന്റ് എന്ന് പറയുന്നത് നമുക്ക് 20,000 ആണ്. ഷോർട്ട് വർക്കിംഗ് അറൈസ് എത്രയാണ്? 600. സോ ബാലൻസ് എന്ന് പറയുന്നത് 600. എമൗണ്ട് ടു ബി പെയ്ഡ് ഹൗ മച്ച്? 20,000. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ടേബിള് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാനായിട്ടുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാവണം. ആ സ്കില്ലിലാണ് നമ്മുടെ പകുതി മാർക്ക് അല്ലെങ്കിൽ മാർക്കിലേക്കുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ടേബിൾ തന്നെയാണ്. ഈ ടേബിൾ വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി എഴുതാം. ഫസ്റ്റ് എൻട്രി എന്തായിരുന്നു? മിനിമം റെന്റ് റോയൽറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് മിനിമം റെന്റ് കൂടി നിന്നാൽ നമുക്ക് മിനിമം റെന്റിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ എൻട്രി വിൽ ബി minimum rent account debtor to Minerva Group 24,000. So minimum rent account 24,000 to Minerva 24,000. Second entry royalty വരുമ്പോഴത്തേക്കും ഷോർട്ട് വർക്കിംഗ് ഐഡന്റിഫൈ ചെയ്യുന്ന എൻട്രി royalty account debtor 14,000, short working account debtor 10,000 to minimum rent 24,000. Third entry related to payment Minerva Group അല്ലെങ്കിൽ Minerva account debtor to bank 24,000. Fourth entry royalty production അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി. അടുത്ത വർഷവും സെയിം എൻട്രി തന്നെയാണ്. മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ 24,000 ടു മിനർവ 24,000. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 20,400. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെറ്റർ 3,600 ടു മിനിമം റെന്റ് 24,000. Then Minerva account debtor to bank 24,000. Then production account debtor to royalty 20,400. അടുത്ത വർഷം വരുമ്പോഴത്തേക്കും മിനിമം റെന്റിനേക്കാളും കൂടുതൽ റോയൽറ്റി വന്ന കാരണം നമുക്ക് ഡയറക്റ്റ് എഴുതാം. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ടു മിനർവ ലിമിറ്റഡ് 32,200. Then payment entry Minerva Limited account debtor 32,200 to bank 27,200 to short working 5,000.
റിക്കൂപ്പ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാം. നൗ ഫോർത്ത് ഇയറിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് എൻട്രി റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ടു royalty account debtor 27,200 to Minerva Limited 27,200. Payment entry വരുമ്പോഴത്തേക്കും Minerva Limited account debtor 27,200 to bank 24,000 to short working 3,200. അടുത്ത നമുക്ക് വരേണ്ടത് പറഞ്ഞാൽ റോയൽറ്റി നമുക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. That is royalty account debtor 27,200. Sorry, production account debtor 27,200 to royalty account. ഈ വർഷം നമുക്ക് സബ്സിഡി കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ സബ്സിഡിക്കുള്ള ഒരു എൻട്രി ഉണ്ട്. എന്താണ്? സബ്സിഡി അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ്. ക്ലിയർ? സബ്സിഡി അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് 450. ആ വർഷം നമുക്കൊരു ലോസ് വന്നു. എൻട്രി വിൽ ബി പി ആൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് 1,350. നിങ്ങൾ നോക്കുക, ഇവിടെ ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഞാൻ കാണിച്ചതിനകത്ത് ഈ പറയുന്ന കോളത്തിൽ വരുന്ന ഷോർട്ട് വർക്കിംഗ് എല്ലാം ഡെബിറ്റ് ആയിരിക്കും. ബാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എവിടെയാണോ എമൗണ്ട് വന്നിരിക്കുന്നത് ആ എമൗണ്ടിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേക്കുക. അത് സെറ്റ് ഓഫ് ചെയ്ത് പോകുന്നതാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ ലെസറിന്റെ പേയ്മെന്റ് നടത്തുമ്പോഴുള്ള എമൗണ്ട്, അതായത് ഈ റിക്കൂപ്പ് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ലെസറിന്റെ പേയ്മെന്റ് നടത്തുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ സബ്സിഡി കിട്ടുമ്പോഴത്തേക്കും ഈ എമൗണ്ട് എല്ലാം സബ്സിഡി അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തേക്കുക. ഇവിടെ വന്നിരിക്കുന്ന റിട്ടേൺ ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് പി ആൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തേക്കുക. ഇത് ഓർക്കാമെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്, വളരെ ഈസി. ഇനി നമുക്ക് 2006 എൻട്രി പറയാം. റോയൽറ്റി ആണ് കൂടുതൽ. സോ റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 21,600 ടു മിനർവ 21,600. നൗ പേയ്മെന്റ് എൻട്രി മിനർവ അക്കൗണ്ട് ഡെറ്റർ 21,600 ടു ബാങ്ക് 19,200 ടു ഷോർട്ട് വർക്കിംഗ് 2,400. ദെൻ റോയൽറ്റി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി 21,600. ആ വർഷം നമുക്ക് സബ്സിഡി കിട്ടി. എൻട്രി സബ്സിഡി അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് 300. ബാക്കി നഷ്ടം വന്നു. പി ആൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ്സ് 900. ലാസ്റ്റ് ഇയറിലേക്ക് വന്നപ്പോഴത്തേക്കും 2010 വന്നപ്പോൾ വീണ്ടും മിനിമം റെന്റ് കൂടിയിരിക്കുന്നു. എൻട്രി വിൽ ബി മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു മിനർവ ₹20,000. Then royalty account debtor 19,400. Short working account debtor 600 to minimum rent 20,000. Payment entry Minerva Limited account debtor to bank 20,000, whichever is higher. Fourth entry production account debtor to royalty 19,400. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നത് എൻട്രി എഴുതാനും അക്കൗണ്ട് വരയ്ക്കാനും ഒക്കെ ഉണ്ടെന്നുള്ള ചിന്തയിൽ നമുക്ക് ഭയങ്കര ഇതാണ്. ശരിക്കും ഈ പറഞ്ഞ അനാലിസിസ് ടേബിളിനെ കുറിച്ച് നല്ലൊരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എൻട്രി എഴുതാം, എൻട്രി എഴുതാൻ അറിയാമെങ്കിൽ പിന്നെ പോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആകെ ബാലൻസ് വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് റോയൽറ്റിയുടെ അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു അക്കൗണ്ടിനും ബാലൻസ് ഇല്ല. അത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും വെച്ച് അത് ക്ലോസ് ചെയ്ത് പോവുകയാണ്, സീറോ ബാലൻസ് ആയിട്ട് പോകുകയാണ്. പിന്നെ വരാൻ സാധ്യതയുള്ളത് പേയ്മെന്റ് ടു ലെസർ ആയിരുന്നു. അതും ആ വർഷം തന്നെ പേയ്മെന്റ് നടത്തുവാണെങ്കിൽ ബാലൻസ് വരില്ല. ഈ വർഷത്തെ എമൗണ്ട് അടുത്ത വർഷമാണ് കൊടുക്കുന്നതെങ്കിൽ മാത്രമേ അവർക്ക് ബാലൻസ് വരുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. തൽക്കാലം ഈ പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ പറയുന്ന ഒരു അനാലിസിസ് ടേബിൾ വരയ്ക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി നിങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ റോയൽറ്റിയെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനിയും കോപ്പി റൈറ്റിന്റെയും പേറ്റന്റ് റൈറ്റിന്റെയും അതുപോലെ ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, റോയൽറ്റിയുടെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ കമന്റ്സ് എഴുതണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്തോട്ട് നിങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. So that I can easily revert the same to you. Maybe I can prepare a new class and I can send the same to you. Okay. Thank you so much. Bye.